വെൽക്കം ടു സ്റ്റൂ ട്രെൻഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. +2 ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്ററാണ്. സോ അതിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് ജംഗ്ഷൻ ഡയോഡ് ആസ് റെക്ടിഫയർ. ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയർ ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് റെക്ടിഫയർ എന്ന് അറിയണം. റെക്ടിഫയർ, വാട്ട് യു മീൻ ബൈ റെക്ടിഫയർ? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ AC വോൾട്ടേജിനെ DC ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെക്ടിഫയർ എന്ന് പറയുക. സോ റെക്ടിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് AC വോൾട്ടേജ് ഇൻടു DC വോൾട്ടേജ്. AC-നെ DC ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് റെക്ടിഫയർ എന്ന് പറയാം. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. സോ ഈ പറയുന്ന ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഒരു ജംഗ്ഷൻ ഡയോഡ് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയാം. ഫൈൻ. ഈ ഡയോഡിന് 2 പാർട്ടുകൾ ഉണ്ട്. സോ ഇത് P-യും ഇത് N എന്നാണ് പറയുക. ഇത് P സെക്ഷനും അത് N സെക്ഷനും. ഓക്കെ, ഇപ്പൊ P സെക്ഷനും N സെക്ഷനും വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഒരു ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡയോഡിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ്. എന്താണ് ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ, ഈ ഡയോഡ് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക. ക്ലോസ്ഡ് സ്വിച്ചിന്റെ പ്രത്യേകത എന്താണ്? അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. സോ ഡയോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയാം. കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോർവേഡ് ബയാസ്ഡ്. എപ്പോഴാണ് ഈ പറയുന്ന ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആവുക എന്ന് പറഞ്ഞാൽ, ഈ P സെക്ഷൻ പോസിറ്റീവിലോട്ടും പോസിറ്റീവ് ടെർമിനലിലോട്ടും N സെക്ഷൻ നെഗറ്റീവ് ടെർമിനലിലോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. P സെക്ഷൻ പോസിറ്റീവ് ടെർമിനലിലോട്ടും N സെക്ഷൻ നെഗറ്റീവ് ടെർമിനലിലോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. സോ ആ സിറ്റുവേഷനിൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും, ഇത് കണ്ടക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, റിവേഴ്സ് ബയാസ്ഡ്. എന്താണ് റിവേഴ്സ് ബയാസ്ഡ് നോക്കാം. സോ ഈ പറയുന്ന ഫോർവേഡ് ബയാസ്ഡ് പഠിക്കാൻ എളുപ്പമാണ്. P-യും പോസിറ്റീവിലെ P-യും നെഗറ്റീവിലെ N-ഉം N-ഉം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ അതാണ് ഫോർവേഡ് ബയാസ്ഡ് പഠിക്കാൻ എളുപ്പമുള്ള വഴി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിവേഴ്സ് ബയാസ്ഡിനെ കുറിച്ചാണ്. റിവേഴ്സ് ബയാസ്ഡ് നേരെ ഇതിന് ഓപ്പോസിറ്റ് ആണ്. അതായത് P നെഗറ്റീവ് ടെർമിനലിലോട്ടും N പോസിറ്റീവ് ടെർമിനലിലോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ, റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറയാ. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഈ പറയുന്ന ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. എന്താണ് ഓപ്പൺ സ്വിച്ച്? സ്വിച്ച് ഓപ്പൺ ആയിരിക്കുക എന്ന് വെച്ചാൽ അതിലൂടെ കണ്ടക്ഷൻ നടക്കില്ല, കറണ്ട് അതിലൂടെ പാസ് ചെയ്യില്ല. സോ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനകത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. കാരണം എന്താണ്? P നെഗറ്റീവ് ടെർമിനലിലോട്ടും N പോസിറ്റീവ് ടെർമിനലിലോട്ടും ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ചാപ്റ്ററിലുള്ള നമ്മുടെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകളിൽ പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹാഫ് വേവ് റെക്ടിഫയർ. എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ? ഈ ഒരു ടൈറ്റിലിൽ തന്നെയുണ്ട് ഹാഫ്, പകുതി മാത്രം റെക്ടിഫൈ ചെയ്യുന്ന ഒരു റെക്ടിഫയറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാം. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് AC വോൾട്ടേജിന്റെ പകുതി മാത്രം DC ആയി കൺവേർട്ട് ചെയ്യുന്ന റെക്ടിഫയറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹാഫ് വേവ് റെക്ടിഫയർ. പകുതി മാത്രം DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റെക്ടിഫയർ ആണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാം. സോ നമുക്ക് കൺസ്ട്രക്ഷൻ നോക്കാം. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് നമ്മുടെ എന്താണ്, AC വോൾട്ടേജ് ആണ്. ഇതാണ് നമ്മുടെ AC വോൾട്ടേജ്. AC വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്? സമയത്തിനനുസരിച്ച് ഡയറക്ഷൻ മാറുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയാ, AC വോൾട്ടേജ് എന്ന് പറയാം. അത് ആദ്യം പോസിറ്റീവ് ആയിരിക്കും, പിന്നെ നെഗറ്റീവ് ആയിരിക്കും. ഫൈൻ. സോ AC വോൾട്ടേജ് നമ്മൾ ഏതിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ടാണ് നമ്മുടെ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറയ്ക്കുക. സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുക? വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാം. സോ ഇതാണ് അതിന്റെ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിന്റെ കൗണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ കൂടുതലായിരിക്കും. സെക്കൻഡറി കോയിലിന്റെ കൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. സോ സെക്കൻഡറി കോയിലിന്റെ കൗണ്ട് കുറവായ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പ്രോപ്പർ ആയിട്ട് ഡയഗ്രാംസ് ഉണ്ടാവും. ഞാൻ ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. സോ ഇത് അതിന്റെ പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലും വരച്ചു, സെക്കൻഡറി കോയിലും വരച്ചു. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഡയോഡിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ഡയോഡ് വരയ്ക്കണം. ജംഗ്ഷൻ ഡയോഡ്. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ഡയോഡ് വരച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ജംഗ്ഷൻ ഡയോഡ് ഇതാണ്. ദെൻ ജംഗ്ഷൻ ഡയോഡിന് നേരെ നമ്മൾ വരയ്ക്കുന്നത് ഒരു ലോഡ് റെസിസ്റ്റൻസിലോട്ടാണ്. എന്താണ് ലോഡ് റെസിസ്റ്റൻസ്?
നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിലാണ് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഡോട്ടർ ലൈൻ വരച്ചിരിക്കുന്ന നമ്മുടെ ട്രാൻസ്ഫോമർ റെപ്രസെന്റ് ചെയ്യാനാണ്. സോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ഞാൻ എന്തൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഇൻപുട്ട് AC വോൾട്ടേജ്, ഇൻപുട്ട് AC വോൾട്ടേജ് കൊടുക്കുന്നത് നമ്മൾ ഇവിടെയാണ്. ഇതാണ് ഇൻപുട്ട് AC വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദെൻ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുടെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. സോ അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ പ്രൈമറി കോയിൽസിന്റെ കൗണ്ടിനെക്കാളും സെക്കൻഡറി കോയിൽസിന്റെ കൗണ്ട് കുറവായിരിക്കും. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറവാണ്. അതിൽ നിന്ന് നേരെ ഏതിലോട്ടാണ് പോകുന്നത്? ഒരു ജംഗ്ഷൻ ഡയോഡിലോട്ടാണ് പോകുന്നത്. ഇത് ജംഗ്ഷൻ ഡയോഡാണ്. അതിന്റെ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞു തന്നു, ഫോർവേഡ് ബയാസ്ഡും റിവേഴ്സ് ബയാസ്ഡും. ദെൻ അതിനുശേഷം ഒരു ലോഡ് റെസിസ്റ്റൻസ് ആണ്. എന്താണ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ലോഡ് റെസിസ്റ്റൻസിലാണ് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ലോഡ് റെസിസ്റ്റൻസിലൂടെയാണ്. ഇത്രയും കാര്യമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിന്റെ വർക്കിംഗ് ആണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാൻ പോകുന്നത്. സോ AC വോൾട്ടേജ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലൂടെ AC വോൾട്ടേജ് പാസ് ചെയ്യും. സോ നമ്മളിവിടെ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുക, എയും ബിയും. രണ്ട് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇത് A, ഇത് B. സോ AC വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെയാണ്, പൾസേറ്റിംഗ് ആണ് നമുക്കറിയാം. സോ ഒരു ഹാഫ് പോസിറ്റീവും ഒരു ഹാഫ് നെഗറ്റീവും ആയിരിക്കും, ശരിയല്ലേ? ഒരു ഹാഫ് പോസിറ്റീവ് സൈക്കിളും ഒരു ഹാഫ് നെഗറ്റീവ് സൈക്കിളും ആയിരിക്കും. സോ നമ്മളിവിടെ കൊടുക്കുന്ന AC വോൾട്ടേജ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ A എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. A എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ B എന്തായിരിക്കും? B നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. A എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും, B എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ഹാഫ് സൈക്കിളിന്റെ കാര്യം പറയുന്നത് AC വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജിന്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ A എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവും B എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവുമായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതാണ് ഒരു ജംഗ്ഷൻ ഡയോഡിന്റെ P എന്ന് പറയുന്ന പോയിന്റ്, ഇത് ജംഗ്ഷൻ ഡയോഡിന്റെ N എന്ന് പറയുന്ന പാർട്ടാണ്. അറിയാം, ഇത് P എന്ന് പറയുന്ന പാർട്ടും ഇത് N എന്ന് പറയുന്ന പാർട്ടും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും P ഏത് ടെർമിനലോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? P പോസിറ്റീവ് ടെർമിനലായിട്ടും N ഏത് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് ടെർമിനലോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. P പോസിറ്റീവും N നെഗറ്റീവും. സോ ഡയോഡ് എങ്ങനെയാണുള്ളത്? ഫോർവേഡ് ബയാസ്ഡ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷനിലെ ഫസ്റ്റ് ഹാഫ് സൈക്കിളില് ഈ പറയുന്ന ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ നമുക്കറിയാം ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ പ്രത്യേകത എന്താണ്? അതിനകത്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഔട്ട്പുട്ട് ജനറേറ്റ് ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൺവേർട്ട് ചെയ്തിട്ട് DC ഉണ്ടാവും. സോ ഇതാണ് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ DC. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, DC ഇങ്ങനെ എല്ലാവരും വരയ്ക്കുക, DC എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണോ വരയ്ക്കുക? ഇവിടെ എന്തുകൊണ്ട് DC ഇങ്ങനെ വരയ്ക്കുന്നു വെച്ചാൽ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പൾസേറ്റിംഗ് DC ആണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് പൾസേറ്റിംഗ് DC ആണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ, നമ്മൾ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമ്മൾ പഠിച്ചു. അടുത്ത ഹാഫ് സൈക്കിളിനെ കുറിച്ച് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവും B എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവും ആയിരിക്കും. A എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവും B എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവും ആയിരിക്കും. അങ്ങനെയാവുമ്പോൾ എന്താണ് പ്രത്യേകത? P നെഗറ്റീവ് ടെർമിനലിലോട്ടും N പോസിറ്റീവ് ടെർമിനലിലോട്ടും ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സമയങ്ങളിൽ P നെഗറ്റീവും N പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ്? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. സോ ലോഡ് റെസിസ്റ്റൻസിൽ ഔട്ട്പുട്ട് കിട്ടുമോ? there is no output in the load resistance. So നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. നെക്സ്റ്റ് എഗൈൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് പോവാല്ലേ? എഗൈൻ നെക്സ്റ്റ് അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് പോസിറ്റീവ് ആയിട്ടും B എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ആയിട്ടും ആക്ട് ചെയ്യും. സോ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ വി വിൽ ഒബ്റ്റെയിൻ എ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഫൈൻ. സോ ഇടയിൽ ഗ്യാപ്പ് ആണ്. കാരണം എന്താണ്? താഴെയുള്ള സെക്കൻഡ് ഹാഫ് സൈക്കിളിനകത്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വരും. ദെൻ വീണ്ടും എന്താണ്? വീണ്ടും ബ്ലാങ്ക് സ്പേസ് വരും. വീണ്ടും അത് കണ്ടക്ട് ചെയ്യും. സോ ഫൈൻ. സോ ഇങ്ങനെ ഓരോരോ ഹാഫ് സൈക്കിൾസ് മാത്രം റെക്ടിഫൈ ചെയ്ത് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകളിൽ പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ പഠിക്കുക, അതുപോലെ തന്നെ വർക്കിംഗ് പഠിക്കുക. ലോഡ് റെസിസ്റ്റൻസിന് ഒപ്പം തന്നെ നിങ്ങൾ ഈ ഔട്ട്പുട്ടും വരച്ചു വെക്കണം. ഇവിടെ പോസിറ്റീവ് ഇടണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഈ ഔട്ട്പുട്ട് മാത്രം വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകളിൽ ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാളും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്
ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്ന ചോദ്യം. എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ? പേരിൽ തന്നെ ഫുൾ വേവ്, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജിനെ കംപ്ലീറ്റ് ആയിട്ട് പൾസേറ്റിംഗ് DC ആക്കി മാറ്റുന്ന റെക്ടിഫയറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുൾ വേവ് റെക്ടിഫയർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ഈ പറയുന്ന ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് സെയിം ഡയഗ്രാം ആണ്, ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡയഗ്രാം നോക്കാം. സോ നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? AC വോൾട്ടേജ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. ആദ്യം നമ്മൾ എന്തിലോട്ടാണ് കൊടുക്കുന്നത്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ടാണ് കൊടുക്കുന്നത്. സോ ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ്. സോ പ്രൈമറി സർക്യൂട്ടിനെക്കാട്ടിലും സെക്കൻഡറി സർക്യൂട്ടിൽ എന്താണ്? കൗണ്ട് വളരെ കുറവായിരിക്കും. സോ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. സോ സെക്കൻഡറി സർക്യൂട്ടിൽ കൗണ്ട് വളരെ കുറവായിരിക്കും. ആ രീതിയിൽ ഞാനൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് അതിന്റെ പ്രൈമറി കോയിൽസ്, ഇതാണ് അതിന്റെ സെക്കൻഡറി കോയിൽ. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് AC വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഴയതിൽ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ദെൻ നമുക്കറിയാം നമ്മൾ ഇവിടെ എന്താണ് കണക്ട് ചെയ്യുക? ഒരു ജംഗ്ഷൻ ഡയോഡാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ കണക്ട് ചെയ്തത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു ജംഗ്ഷൻ ഡയോഡ് കണക്ട് ചെയ്തു. ദെൻ ഇവിടെ ഡയഗ്രാം വൃത്തിയായിട്ട് നോക്കിക്കോ, ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഒരു ഡയോഡ് കൂടി നമ്മൾ ഇവിടെ ഉപയോഗിക്കും. അവിടെ നമ്മൾ ഒരൊറ്റ ഡയോഡേ ഉപയോഗിച്ചുള്ളൂ, ഇവിടെ നമ്മൾ 2 ഡയോഡ് ഉപയോഗിക്കും. സോ ഇതിന് നമുക്ക് D1 എന്നും ഇതിനെ നമുക്ക് D2 എന്നും റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് ഡയോഡിനെ D1 എന്നും സെക്കൻഡ് ഡയോഡിനെ D2 എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, എവിടെയാണ് ലോഡ് റെസിസ്റ്റൻസ് ഉള്ളത്, എവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന രീതിയിൽ നിങ്ങൾക്ക് സംശയം തോന്നാം. സോ നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് സെന്ററിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ട് ഇവിടെ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന സെക്കൻഡറി കോയിലിലോട്ട് കണക്ട് ചെയ്തു. ലോഡ് റെസിസ്റ്റൻസിൽ നിന്ന് സെക്കൻഡറി കോയിലിലോട്ട് കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് അഥവാ RL എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാനപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് AC വോൾട്ടേജ്. അത് ഏതിലോട്ടാണ് കൊടുക്കുന്നത്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലായിട്ടാണ് കൊടുക്കുന്നത്. സോ ഇത് അതിന്റെ പ്രൈമറി കോയിൽ, ഇത് അതിന്റെ സെക്കൻഡറി കോയിൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത പ്രൈമറി കോയിലിന്റെ കൗണ്ടിനേക്കാളും സെക്കൻഡറി കോയിൽസ് കുറവായിരിക്കും. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും. സോ ഇത് നമ്മുടെ ആദ്യത്തെ ഡയോഡ്. സോ അത് D1 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡയോഡ് D1, സെക്കൻഡ് ഡയോഡ് നമ്മൾ D2 എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് 2 ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ ഒരു ഡയോഡ് ആയിരുന്നു, ഇവിടെ നമ്മൾ 2 ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ 2 ഡയോഡ് കൂടി കണക്ട് ചെയ്തു. സെന്ററിൽ നിന്നാണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇവിടെ ആയിരുന്നു ലോഡ് റെസിസ്റ്റൻസ്, ഇവിടെ സെന്ററിൽ നിന്ന് ലോഡ് റെസിസ്റ്റൻസ് എടുത്തിട്ട് അതിന്റെ മറ്റൊരു എൻഡ് നമ്മൾ ഏതിലോട്ട് കണക്ട് ചെയ്തു? നമ്മുടെ സെക്കൻഡറി കോയിലിലോട്ട് കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഇതിൽ പഠിക്കാനുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വർക്കിങ്ങിലോട്ട് കിടക്കാം. നമ്മുടെ ഇൻപുട്ട് AC വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. മുൻപിൽ പഠിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ Aയും Bയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ A, ഇത് B ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ A എന്തായിരിക്കും? A പോസിറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ A പോസിറ്റീവും B നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ A പോസിറ്റീവ്, B നെഗറ്റീവ്. ഒരു ഡയോഡിന്റെ ഇത് Pയും ഇത് N ആണെന്ന് നമുക്കറിയാം. സോ ഫസ്റ്റ് ഹാഫ് സൈക്കിളിനകത്ത് D1 എന്ന് പറയുന്ന ഡയോഡ് എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. സോ ഇവിടെ എഴുതുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ശരിയല്ലേ? കാരണം D1ന്റെ P പോസിറ്റീവ് ടെർമിനലിലോട്ടും D1ന്റെ N നെഗറ്റീവ് ടെർമിനലിലോട്ടും ആയിരുന്നു കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നോക്കുക. D1ന്റെ N എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ D2ന്റെ കേസ് എന്താണ്? D2 എന്ത് സംഭവിക്കും? D2ന്റെ P ഏതുമായിട്ടാണ്? നെഗറ്റീവ് ആയിട്ടും D2ന്റെ N പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ D2 ഫസ്റ്റ് ഹാഫ് സൈക്കിളില് D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ഇത് കണ്ടക്ട് ചെയ്യില്ല, D1 മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. സോ D1 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോഡ് റെസിസ്റ്റൻസിൽ ഔട്ട്പുട്ട് കിട്ടും. എങ്ങനെയാണ് ലോഡ് റെസിസ്റ്റൻസിൽ ഔട്ട്പുട്ട് കിട്ടുക എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കറണ്ട് പാസ് ചെയ്തിട്ട് ലോഡ് റെസിസ്റ്റൻസിലൂടെ പോയിട്ട് നേരെ എവിടെ പോവും? ഈ പറയുന്ന സെക്കൻഡറി സർക്യൂട്ടിൽ പോയി ക്ലോസ് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ഇവിടെ പോസിറ്റീവിലൂടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ലോഡ് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്തിട്ട് നേരെ പോയിട്ട് സെക്കൻഡറി കോയിലിൽ പോയി ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നടക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഫസ്റ്റ് ഹാഫ് സൈക്കിളിന്റെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ വരയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ഹാഫ് സൈക്കിളിന്റെ പ്രത്യേകത എന്താണ്? A എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ആയിരിക്കും, B എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ആയിരിക്കും. സോ ഈ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ഹാഫ് സൈക്കിൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന D1 എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. കാരണം P എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവിന്റെ ഒപ്പം N എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവിന്റെ ഒപ്പം കണക്ട് ചെയ്താൽ എന്തായിരിക്കും? D1 റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അടുത്തത്
D2ന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. D2ന്റെ P എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവിലോട്ടും N എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും അല്ലേ? സോ D2 ഈസ് ഫോർവേഡ് ബയാസ്ഡ്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക, D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇതിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. സോ ഇതിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തിട്ട് ലോഡ് റെസിസ്റ്റൻസിലൂടെ പോയിട്ട് നേരെ സെക്കൻഡറി കോയിലിലൂടെ പോകും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ ഒരു ക്ലോസ്ഡ് പാത്ത് വന്നിട്ടുണ്ട്. അതായത് D2 എന്ന് പറയുന്ന ഡയോഡിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ഈ ലോഡ് റെസിസ്റ്റൻസിലൂടെ പോയിട്ട് നേരെ സെക്കൻഡറി കോയിലിൽ പോയി എൻഡ് അപ്പ് ചെയ്യും. സോ D2 ഫോർവേഡ് ബയാസ്ഡ് ആയത് കാരണം സോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിൽ ഔട്ട്പുട്ട് കിട്ടി. സെക്കൻഡ് ഈ പറയുന്ന D1 എന്ന് പറയുന്ന റിവേഴ്സ് ബയാസ്ഡ് ആയിരുന്നു, D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ നമുക്ക് പ്രോപ്പർ ആയിട്ട് ലോഡ് റെസിസ്റ്റൻസിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് നമുക്ക് കിട്ടി. ക്ലോസ്ഡ് സർക്യൂട്ട് കിട്ടിയത് കാരണം നമുക്ക് സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യില്ലേ? സോ വീണ്ടും നമുക്ക് രണ്ട് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ കൊടുക്കുന്ന AC-ക്ക് ഈക്വൽ ആവുന്ന രീതിയിൽ പൾസേറ്റിംഗ് DC നമുക്ക് എവിടെ കിട്ടും? ഈ പറയുന്ന ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് പൾസേറ്റിംഗ് DC കിട്ടും. അതാണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. പരീക്ഷകളിൽ എഴുതുന്ന സമയത്ത് ഡയഗ്രാം ആദ്യം വരയ്ക്കണം, കൺസ്ട്രക്ഷൻ എഴുതണം, അതുപോലെ തന്നെ വർക്കിംഗ് എഴുതണം, ഔട്ട്പുട്ട് വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന രീതിയിൽ തന്നെ എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയിൽ ഒരു 2 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ ആകെ 6 ലോജിക് ഗേറ്റ്സ് ആണ് ഉള്ളത്. സോ അതിൽ 3 ഏറ്റവും ബേസിക് ആണ്. ആൻഡ്, ഓർ, നോട്ട്. ഇത് 3 ബേസിക് ഗേറ്റ്സ് ആണ്. സോ നമുക്ക് ആദ്യം അതിനെ കുറിച്ച് നോക്കാം. സോ എന്താണ് ലോജിക് ഗേറ്റ്? ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ടൈപ്സ് ആണ്. ഈ 3 ആൾട്ടർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് അടുത്ത 3 വരച്ചിരിക്കുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ ലോജിക് ഗേറ്റിലോട്ട് കടക്കാം. ഒന്നാമത്തെ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം, ഇവിടെ ഓർ എന്ന് പറഞ്ഞു വെച്ചാൽ പ്ലസ് ആണ് സൂചിപ്പിക്കുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് പ്ലസ് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. പ്ലസ് എന്നൊരു ഓപ്പറേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫൈൻ. സോ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓപ്പറേഷൻ ആണ്. ഓർ ഗേറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഓർ ഗേറ്റിനെ ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ഓർ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് വേണം. സോ 2 ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും ആണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്നത്. ഓർ ഗേറ്റിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്യാനും വരയ്ക്കാനും ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. സോ AB ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് നമുക്ക് ഇതാണെന്ന് മനസ്സിലായി. ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്ലസ് ഓപ്പറേഷൻ ആണ്. സോ A+B ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. A+B വേണമെങ്കിൽ C എന്ന് കൊടുത്തോ. സോ C = A+B ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ് സ്ട്രക്ചർ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും ആണ്. നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ആണ്. കാരണം ഓർ എന്ന് പറയുന്ന ഓപ്പറേഷൻ പ്ലസുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. സോ A+B ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി നമ്മൾ ഈ ഒരു ഗേറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ട്രൂത്ത് ടേബിൾ ആണ്. എന്താണ് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയാം. എന്താണ് ബൈനറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബൈനറി ആണ് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. ബൈനറി ഇൻപുട്ട് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് A, ഇത് B, ഇത് A+B അഥവാ C ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ഇൻപുട്ട് ആണ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ട്രൂത്ത് ടേബിളിൽ ആദ്യത്തെ 2 കോളം ഇൻപുട്ട്, രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഇതിന്റെ ഇൻപുട്ട് എഴുതാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? 0 0 0 0 ഫസ്റ്റ് ഇൻപുട്ട്, അടുത്തത് 0 1, അടുത്തത് 1 0, അടുത്തത് 1 1. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കൗണ്ട് ഇത് വളരെ എളുപ്പമാണ്. നോക്ക് 0 1 10 11 0 1 10 11 അതിനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 0 0 0 1 1 0 1 1 0 1 10 11 അതിനെയാണ് 0 0 0 1 1 0 1 1 എന്ന് എഴുതിയത്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഇനി പ്ലസ് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. സോ പ്ലസ് ഓപ്പറേഷൻ എളുപ്പത്തിൽ ചെയ്യാലോ. 0 + 0 എത്രയാണ്? 0 ആണ്. 0 + 1 എത്രയാണ്? 1. 1 + 0 1. 1 + 1 1 + 1 വരുമ്പോൾ മാത്രം 2 എന്ന് എഴുതി വെക്കരുത്. കാരണം ഇവിടെ ബൈനറി നമ്പേഴ്സ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ബൈനറി നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 0 ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് 1 തന്നെയാണ്. ഔട്ട്പുട്ട് 1 തന്നെയാണ്. ഓർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താണ്? ഏതെങ്കിലും ഒന്ന്
ഇവിടെ ഏതെങ്കിലും ഒന്ന് ഇൻപുട്ടിലുള്ളത് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, അത് എളുപ്പമാണ്. അതായത് ഓർ എന്ന് പറഞ്ഞാൽ ഓർ എ ഓർ ബി എന്നല്ല പറയാം. അതായത് ഏതെങ്കിലും ഒന്ന് എ അല്ലെങ്കിൽ ബി. സോ ഇതിൽ ഇൻപുട്ടിലുള്ള എയോ ബിയോ 1 ആയാൽ നമ്മുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എയും ബിയും 1 ആയാലും ഔട്ട്പുട്ട് 1 ആണ്, എയോ ബിയോ 1 ആയാലും ഔട്ട്പുട്ട് 1 ആണ്. അല്ലെങ്കിൽ പ്ലസ് ചെയ്തിട്ടാണ് ഈ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഒരു ഗേറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ 2 മാർക്കാണ് മാക്സിമം ഇതിന്റെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. 2 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് ഓരോ ഗേറ്റിനും. സോ വൃത്തിയായിട്ട് പഠിക്കുക. ആദ്യം നമ്മൾ നോക്കിയത് ഓർ ഗേറ്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അതും ഇമ്പോർട്ടന്റ് ആയ ബേസിക് ഗേറ്റ് ആണ്. സെക്കൻഡ് വൺ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗ്രാം തന്നെയാണ് പ്രത്യേകത. ഒരു ഡി ഷേപ്ഡ് ആയിരിക്കും ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇത് അതിന്റെ ഇൻപുട്ട് ആണ്, ഇത് ഔട്ട്പുട്ട് ആണ്. സോ ഇൻപുട്ട് ഓർ ഗേറ്റ് പോലെ തന്നെ എയും ബിയും തന്നെയാണ് ഇൻപുട്ട് എന്ന് പറയാ. ഔട്ട്പുട്ട് സി ഈക്വൽ ടു എ ഇൻറ്റു ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓർ ഗേറ്റിൽ പ്ലസ് ഉള്ള അവിടെ ആൻഡ് ഗേറ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അഥവാ ഇൻറ്റു ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാലോ? ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കുക. മുൻപിലത്തെ പോലെ തന്നെയാണ് ഇൻപുട്ടിൽ ഒരു വ്യത്യാസമില്ല. അതായത് എയും ബിയിലും നമുക്ക് ഒരു വ്യത്യാസമില്ല, സിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ സി ഈക്വൽ ടു എന്ത് വരും? എ ഇൻറ്റു ബി ഈക്വൽ ടു സി എന്ന രീതിയിൽ എഴുതും. എ ഇൻറ്റു ബി ഈക്വൽ ടു സി എന്ന രീതിയിൽ എഴുതാം. സോ 0 0 0 1 1 0 1 1 ആണ് നമ്മുടെ ഇൻപുട്ട്. ഓർ ഗേറ്റിലും ആൻഡ് ഗേറ്റിലും ഇൻപുട്ട് സെയിം തന്നെയാണ് കേട്ടോ. ദെൻ സി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ബി ആണ്. 0 ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0 1 ഇൻറ്റു 0 0 1 ഇൻറ്റു 1 1. ഇതാണ് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് തന്നെ പഠിക്കുക. ഇതാണ് ട്രൂത്ത് ടേബിൾ. ഇതാണ് അതിന്റെ ഡയഗ്രാം. ആൻഡ് ഗേറ്റിന്റെ ഡയഗ്രാം. ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കുന്ന എല്ലാം ബൈനറി നമ്പേഴ്സ് ആണ്. ബൈനറി നമ്പേഴ്സ് 1ഉം 0ഉം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഗേറ്റിൽ നടക്കുന്ന ഓപ്പറേഷൻ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ആൻഡ് ഗേറ്റിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട്. തേർഡ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് അല്ല എന്നർത്ഥം. ഇതല്ല എന്നല്ലേ നമ്മൾ നോട്ട്. ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് അർത്ഥം. നോട്ട് ഗേറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. കോംപ്ലിമെന്റ് എന്ന് വേണമെങ്കിൽ പഠിക്കാം. കോംപ്ലിമെന്റ്. കാരണം എന്താണ്? അതല്ല എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ അത് ഒഴികെയുള്ള ബാക്കിയുള്ളതിനും കോംപ്ലിമെന്റ് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. വേണമെങ്കിൽ മാത്രം. സോ നമുക്ക് അതിന്റെ റെപ്രസെന്റേഷൻ ഞാൻ വരച്ചു തരാം. നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉണ്ടാവൂ. നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ നോട്ട് ഗേറ്റിനകത്ത് ഉണ്ടാവുള്ളൂ. അവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കൂടി വരയ്ക്കണം. ഇതാണ് നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറയാം. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് എഴുതാം? ഇത് എ ആണെന്ന് വെച്ചാൽ ഇത് എ കോംപ്ലിമെന്റ് ആയിരിക്കും. സോ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ബി എന്ന് കൊടുക്കാം. ഇൻപുട്ടിനെ എ എന്നും ഔട്ട്പുട്ടിനെ ബി എന്നും കൊടുക്കാം. സോ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇൻപുട്ട് അല്ലേ ഉള്ളൂ. സോ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. ഇത് എയും ബി. എ എന്ന് പറയുന്ന ഇൻപുട്ടാണ്, ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. സോ നമ്മുടെ ഇൻപുട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 0ഉം 1ഉം ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. 0 ആണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നോട്ട് ഗേറ്റില് ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. പല ചോദ്യങ്ങളിലും ഈ പറയുന്ന 3 ബേസിക് ഗേറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ആൻഡ്, ഓർ, നോട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം തുടക്കത്തിൽ 6 ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് 5 ഗേറ്റേ ഉള്ളൂ, 6 ഇല്ല കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞത് തെറ്റാണ്. സോ നമ്മുടെ 4ാമത്തെ ലോജിക് ഗേറ്റിലോട്ട് കിടക്കാം. 4ാമത്തെ എന്ന് പറയുന്നത് നാൻഡ് ആണ്. NAND. നാൻഡ്. നമ്മൾ ആൻഡ് നോക്കി, ഇവിടെ നോക്കാൻ പോകുന്നത് നാൻഡ് ആണ്. അപ്പൊ എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വ്യത്യാസമുണ്ട്. ഡയഗ്രാമിലും ആ ഒരു വ്യത്യാസം പ്രകടമാണ്. ഡി ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ ഗേറ്റ് കിടക്കുന്നത്. സോ ഇൻപുട്ട് എയും ബിയും. ഔട്ട്പുട്ടിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റൗണ്ട് വരച്ചിട്ട് മാത്രം ഔട്ട്പുട്ടിലോട്ട് കടത്താം. ഡയറക്റ്റ് ആയിട്ട് ഒരു വരയല്ല, ഇവിടെ റൗണ്ട് ഉണ്ട്. അതാണ് ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടായ സി എന്ന് പറയുന്നത്. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ട്രൂത്ത് ടേബിളിലോട്ട് കിടക്കാം. ട്രൂത്ത് ടേബിൾ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ആ കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലായാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ മഗ്ഗപ്പ് ചെയ്ത് വെച്ചാൽ നടക്കൂല. സോ എ ബി ഇൻപുട്ട്, സി ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എയും ബിയും ഇൻപുട്ട് സാധാരണഗതിയിൽ തന്നെ 0 0 0 1 1 0 1 1. ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് നോക്കിയാലോ? ഔട്ട്പുട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഗേറ്റിലുള്ള ഔട്ട്പുട്ട് എന്തായിരുന്നു? 0ഉം 0ഉം വന്നപ്പോൾ ആൻഡ് ഗേറ്റിൽ എന്താണ് ഔട്ട്പുട്ട് വന്നത്? 0 ആണ് വന്നത്. ഇവിടെ നേരെ തിരിച്ചു വരും. സോ 1 വരും. 1ഉം 0ഉം അല്ല, സോറി, 0 1 വന്നപ്പോ ആൻഡ് ഗേറ്റിൽ എന്താണ് ഔട്ട്പുട്ട് വന്നത്? 0 ആണ് വന്നത്. ഇവിടെ എന്ത് വരും? 1 വരും. 1ഉം 0ഉം വന്നപ്പോ ആൻഡ് ഗേറ്റിൽ എന്താണ് ഔട്ട്പുട്ട് വന്നത്? 0 ആണ്. ഇവിടെ നേരെ തിരിച്ച് 1 വരും.
വണ്ണും വന്നപ്പോൾ ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? 1 ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ച് 0 വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഗേറ്റിൽ കിട്ടിയ ഔട്ട്പുട്ടിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ്. 1 വന്നവിടെ 0, 0 വന്നവിടെ 1. അതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇത് വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഗേറ്റിലോട്ട് കടക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. നോർ നമ്മുടെ അഞ്ചാമത്തെ ഗേറ്റ്, അഞ്ചാമത്തെ ലോജിക് ഗേറ്റ് ആണ് നോർ. നോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയഗ്രാമിൽ തന്നെ അതിന്റെ പ്രത്യേകതയുടെ മുമ്പിൽ വരച്ച പോലെ തന്നെയാണ്. എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് സി ആണ്. സോ ഔട്ട്പുട്ട് വരയ്ക്കുന്നതിന് മുമ്പ് എന്ത് വരയ്ക്കണം? ഒരു റൗണ്ട് ഇട്ടിട്ട് തന്നെ നമ്മൾ ഔട്ട്പുട്ട് വരയ്ക്കണം. ആൻഡ് ഗേറ്റ് വരച്ച പോലെ തന്നെ ഒരു റൗണ്ട് നമ്മൾ ഇതിനകത്ത് ഇടണം. ഇനി നമുക്ക് ട്രൂത്ത് ടേബിളിലോട്ട് കിടക്കാം. ട്രൂത്ത് ടേബിളും ആൻഡ് ഗേറ്റിൽ വരച്ച പോലെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. എയും ബിയും ഇൻപുട്ട്, സി ആണ് ഔട്ട്പുട്ട്. 0 0 0 1 1 0 1 1 ഇതാണ് നമ്മുടെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. ഓർ ഗേറ്റിന്റെ സമയത്ത് 0 0 വന്നപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? 0 ആയിരുന്നു. ഇവിടെ ഔട്ട്പുട്ട് 1 വരും. നേരെ ഓപ്പോസിറ്റ്. അടുത്തത് 0 1 വന്നപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? ഔട്ട്പുട്ട് 1 ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ച് 0 വരും. 1 0 വന്നപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? 1 ആയിരുന്നു. ഇവിടെ തിരിച്ച് 0 വരും. 1 1 വന്നപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് 1 ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ച് 0 വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡിന്റെയും ഓറിന്റെയും ഔട്ട്പുട്ടിന്റെ നേരെ വിപരീതമായിരിക്കും നോറിനും നാൻഡിനും വരിക. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകൾ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. സോ ഇതോടുകൂടി നമ്മുടെ ഈ പറയുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന 14ാമത്തെ ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഈ 14ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ളൂ. ഫോക്കസ് ഏരിയയിലുള്ള ഫിസിക്സ് ഫോക്കസ് ഏരിയയിലുള്ള എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നമ്മൾ എന്താണ് ഇനിയുള്ള ഫർദർ വീഡിയോസിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സിനും വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസും അല്ലെങ്കിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസും 1 വേർഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഇനി ഫർദർ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.